അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും 6 കോടി രൂപയുടെ സഹായം കൈമാറി ഡോക്ടർ ഷംഷീർ വയൽ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വിനാശകരമായ ആകാശ ദുരന്തത്തിലൊന്നാണ് അഹമ്മദാബാദ് എയർ ഇന്ത്യൻ വിമാനാപകടത്തിൽ ജീവൻ പൊലിഞ്ഞ PJ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങൾക്കും പരിക്കേറ്റവർക്കും ഡോക്ടർ ഷംഷീർ വയലിൻ്റെ 6 കോടി രൂപയുടെ സഹായ പാക്കേജ് കൈമാറി. ക്യാമ്പസിൽ നടന്ന ലളിതമായ ചടങ്ങിൽ മെഡിക്കൽ കോളേജ് മീനാക്ഷി പരീക്ക്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാകേഷ് എസ്, ഷോജി ജൂനിയർ ഡോക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ദുരന്തത്തിനിരയായവരുടെ കുടുംബത്തിന് സഹായം നൽകിയത്. എയർ ഇന്ത്യൻ ദുരന്തം ആഘാതം ഏൽപ്പിച്ചവർക്ക് ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സാമ്പത്തിക സഹായമാണ് VPS സ്ഥാപനവും ചെയർമാനുമായ ഡോക്ടർ ഷംഷീറിൻ്റേത്. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 4 യുവ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപയുടെ ചെക്ക് കൈമാറി. മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ നിന്നുള്ള 1ാം വർഷ MBBS വിദ്യാർത്ഥിയായിരുന്ന ആര്യൻ രാജ്പുത്, രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗറിൽ നിന്നുള്ള മാനവ് ബാദു, ബാർമറിൽ നിന്നുള്ള ജയപ്രകാശ് ഗൗരതി, ഗുജറാത്തിലെ ഭായ്നഗറിൽ നിന്നുള്ള രാകേഷ് ഗ്വാബർഭായ് ദിയോറ എന്നിവരുടെ കുടുംബങ്ങൾക്കാണ് സഹായം ലഭിച്ചത്. കർഷക കുടുംബമാണ് ഞങ്ങളുടേത്. കുടുംബത്തിലെ ആദ്യ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു അവൻ. ഞങ്ങളുടെ പ്രതീക്ഷ. കുട്ടികളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന അവന് ഡിഗ്രിക്ക് ഹാർട്ട് സർജൻ ആകണമെന്നായിരുന്നു ആഗ്രഹം. ഈ ദുരന്തം ഞങ്ങൾക്ക് താങ്ങാനായില്ല. 4 സഹോദരിമാരാണ് ഞങ്ങൾക്ക്. അച്ഛൻ രോഗിയാണ്. അവനായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ മുഴുവനും ചിറകേറ്റിയിരുന്നത്. അതിനാൽ തന്നെ ഈ സഹായവും ഞങ്ങൾക്ക് വളരെ വലുതാണ്. അപകടത്തിൽ മരിച്ച 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന രാകേഷ് ദിയോറയുടെ സഹോദരൻ വിപുൽഭായ് ഗ്വാബർഭായ് ദിയോറ പറഞ്ഞു. അപകടത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ഡോക്ടർമാർക്കും സഹായം നൽകി. ഭാര്യയും ഭാര്യ സഹോദരനും നഷ്ടപ്പെട്ട ന്യൂറോ സർജറി റെസിഡന്റ് ഡോക്ടർ പ്രദീപ് സോളങ്കി, 3 കുടുംബാംഗങ്ങളെ നഷ്ടമായ സർജൻ കോളേജ് റെസിഡന്റ് ഡോക്ടർ റീൽകാന്ത് സുത്തർ, സഹോദരനെ നഷ്ടമായ BBT വിദ്യാർത്ഥി ഡോക്ടർ യോഗേഷ് ഹദാത്തി എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു. മരിച്ച ഓരോ ബന്ധുവിനും 25 ലക്ഷം രൂപ വീതമാണ് നൽകിയത്. പൊള്ളൽ, ഒടിവ്, അന്തകീഘാതം എന്നിവ മൂലം 5 അതിലധികമോ ദിവസങ്ങൾ ആശുപത്രിയിൽ കഴിയേണ്ടി വന്ന 14 പേർക്ക് 3.5 ലക്ഷം രൂപയുടെ സഹായം നൽകി. ടീമുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം ജൂനിയർ ഡോക്ടേഴ്സ് അസോസിയേഷൻ നിർദ്ദേശിച്ചവർക്കാണ് ഇത്